ബീഹാറിലെ പ്രളയബാധിത മേഖലയിലെ കോൺഗ്രസ് എംപി താരിഖ് അൻവറിന്റെ സന്ദർശനം വിവാദത്തിൽ. സ്വന്തം മണ്ഡലമായ കത്തിഹാറിലെ പ്രളയബാധിത മേഖലയിലെത്തിയ എംപിയെ ഒരാൾ ചുമലിലെടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. ബൽറാം, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി കാര്യങ്ങൾ വിവാദമായല്ലോ. ജി കെ, തീർച്ചയായും വലിയ വിവാദത്തിലേക്കാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം പിയുമായ താരിഖ് അൻവറിന്റെ ഈ പ്രളയബാധിത മേഖലയിലുള്ള സന്ദർശനം എത്തിയിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് തൻ്റെ മണ്ഡലമായ കാത്തിഹാറിലെ പ്രളയബാധിത മേഖലകൾ മാണിഹാരി, ബരാരി എന്നീ ഇവിടങ്ങൾ സന്ദർശിച്ചത്. ഈ മേഖലകളിൽ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ ട്രാക്ടറിലും മറ്റും സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ താരിഖ് അൻവർ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഈ മേഖലകളിൽ അതീവ രൂക്ഷമായ സാഹചര്യമാണ് എന്നും ജനങ്ങൾക്ക് സഹായമെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ താരിഖ് അൻവർ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. എന്നാൽ അദ്ദേഹം പങ്കുവയ്ക്കാത്ത അവിടെ നിന്നുള്ള മറ്റൊരു ദൃശ്യം പുറത്തു വന്നതാണ് വിവാദമായിരിക്കുന്നത്. ഈ പ്രളയബാധിത മേഖലയിൽ ചെളിയിലൂടെ നടന്നു പോകുന്ന താരിഖ് അൻവർ എം പിയെ ഒരാൾ ചുമലിൽ എടുത്ത് നടക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. മറ്റ് 2 പേർ, ഒരു പോലീസുകാരനടക്കം മറ്റ് 2 പേർ അദ്ദേഹത്തെ സഹായിക്കുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. മന്ത്രി ചെളിയിലൂടെ നടക്കാൻ കഴിയാത്തതിനാൽ ഇയാൾ ചുമലിലെടുത്ത് മുന്നോട്ട് നീങ്ങുന്ന ഏതാണ്ട് 1 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നാണ് ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണമെങ്കിലും ഇത് വലിയ വിവാദമായ ഘട്ടത്തിലും പ്രതികരിക്കാൻ താരിഖ് അൻവർ ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്തായാലും വലിയ തോതിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് പുറത്തുവന്ന ഈ ദൃശ്യങ്ങൾ. ജി കെ. ശരി, ബൽറാം നെടുങ്ങാടി ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ബീഹാറിലെ പ്രളയബാധിത മേഖലയിലെത്തിയ കോൺഗ്രസ് എം പി താരിഖ് അൻവറിനെ ആളുകൾ എടുത്തുകൊണ്ടുപോകുന്നു. സ്വന്തം മണ്ഡലമായ കാത്തിഹാറിലെത്തിയതാണ്. അവിടെ എം പിയെ ഒരാൾ ചുമലിൽ എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇതിന് മതിയായ വിശദീകരണ നേതൃത്വം നൽകിയിട്ടില്ല. ബീഹാറിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമാണ് ഇത് സംഭവിച്ചതെന്നാണ്. പക്ഷേ അതിൽ മറ്റ് വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.